ഇത് നിങ്ങളുടെ ദിവസമല്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? ചെപ്പോക്കിലെ തോൽവിക്ക് ശേഷം രവിശാസ്ത്രി ഹാർദിക് പാണ്ഡ്യയോട് ഇങ്ങനെ ചോദിച്ചു. ഈ ദിവസമല്ല, ഈ സീസൺ തന്നെ ഞങ്ങളുടേതല്ലെന്ന് തോന്നുന്നു എന്നായിരുന്നു ഹാർദിക്കിൻ്റെ മറുപടി. ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് വരെ മുംബൈയുടെ ഏറ്റവും വലിയ തലവേദന 11 എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ടീം എന്ന് ജയിച്ചു കാണും എന്നായിട്ടുണ്ടത്. സ്ക്വാഡ് ഡെപ്ത് മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് മുംബൈയുടേത്. പലരും വിശ്വവേദിയിലടക്കം മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്തവർ. മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓവർസീസ് താരങ്ങളൊക്കെ ഫോമിൽ. എന്നിട്ടും മുംബൈക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ മറുപടിയൊന്നുമില്ല. കാരണം അയാളിൽ നിന്നാണ് അവരുടെ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. അതേസമയം ഈ പാപഭാരങ്ങളൊക്കെ അയാളുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ഒഴിയാൻ കഴിയില്ല താനും. 5ഓളം ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾ നിറഞ്ഞു നിൽക്കുന്ന ടീമാണ് മുംബൈ. 2 വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റന്മാരുണ്ട് അതിൽ. ഏറ്റവും അടുത്ത് 2 ICC ടൂർണമെൻറ്റുകളുടെ ഫൈനലിസ്റ്റുകളായ കിവീസ് നായകൻ മിച്ചൽ സാന്നർ മുംബൈ നിരയിലെ അവിഭാജ്യ ഘടകമാണ്. എന്നിട്ടും അവർ ഇക്കുറി അനുഭവിക്കുന്ന വലിയ ക്രൈസിസ് ക്യാപ്റ്റൻസിയാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് തൊട്ടതെല്ലാം പിഴക്കുന്നു. ടോസ് മുതൽ തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. ബോളിംഗ് ചേഞ്ചുകൾ, ഫീൽഡ് ഒരുക്കൽ തുടങ്ങി കളിയിൽ പലപ്പോഴും ഹാർദിക്കിൻ്റെ തീരുമാനങ്ങൾ പാളി. ചില ഉദാഹരണങ്ങൾ പറയാം. RCBക്കെതിരായ മത്സരത്തിൽ സ്പിൻ ബാഷറായ രജത് പട്ടീദാറിന് മുന്നിലേക്ക് മായങ്ക് മാർക്കണ്ടയെ ഇട്ടുകൊടുത്ത ഹാർദിക് അതിന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. CSKക്കെതിരെ വാങ്കഡയിൽ അനുഭവ സമ്പത്തേറെയുള്ള തനിക്ക് 2 ഓവർ ബാക്കിയുണ്ടായിരുന്നിട്ടും പുതുമുഖമായ കൃഷ് ഭഗത്തിനെ കൊണ്ട് ഡെത്ത് ഓവറുകളിൽ പന്തെറിയിച്ചു ഹാർദിക്. ഭഗത്തിനെ സഞ്ജു തെരഞ്ഞു പിടിച്ചടിക്കുന്നതാണ് അന്ന് കണ്ടത്. വാങ്കഡയിൽ SRHനെതിരെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈ ഉയർത്തിയ കൂറ്റൻ സ്കോർ ചേസ് ചെയ്ത് വിജയിച്ചു. ജസ്പ്രീത് ബുംറ ഉണ്ടായിരിക്കെ തന്നെ ദീപക് ചഹാറിന് ആദ്യ ഓവർ ഏൽപ്പിച്ച് എതിർ ടീമിന് മൊമെന്റം കൊടുക്കുന്നതും ഹാർദിക് പലകുറി ഈ ടൂർണമെന്റിൽ ആവർത്തിച്ചിരുന്നു. ഇനി ഗ്രൗണ്ടിൽ ഹാർദിക്കിന്റെ പ്രകടനങ്ങൾ നോക്കൂ. അതിലേറെ ദയനീയമാണത്. 8 മത്സരങ്ങളിൽ നിന്ന് 146 റൺസാണ് മുംബൈ നായകൻ ആകെ ഇതുവരെ അടിച്ചെടുത്തത്. 20 ബാറ്റിംഗ് അവറേജ്, 136 സ്ട്രൈക്ക് റേറ്റ്. ബോളിങ്ങിലേക്ക് വന്നാലോ 8 മത്സരങ്ങളിൽ നിന്ന് ആകെ വീഴ്ത്തിയത് 4 വിക്കറ്റാണ്. 11 എക്കോണമി. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തോൽവികൾ പതിവായപ്പോൾ താൻ ചില വലിയ ടേക്കുകൾ എടുക്കാൻ പോകുന്നു എന്ന് ഗൗരവത്തിൽ പറഞ്ഞ ഹാർദിക് ആദ്യം ആ ടേക്ക് എടുക്കേണ്ടത് സ്വന്തത്തിൽ നിന്നായിരുന്നു എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. ഒരു മാച്ച് വിന്നിംഗ് നോക്ക് ഹാർദിക്കിന്റെ ബാറ്റിൽ നിന്ന് കണ്ടിട്ട് കാലം എത്രയായി എന്നാണ് അവർ ചോദിക്കുന്നത്. 2023 ഹാർദിക് IPLൽ അവസാനമായി ഒരു അർദ്ധ സെഞ്ചുറി നേടിയത്. കംബാക്കിൽ മുംബൈ ജേഴ്സിയിൽ ഹാർദിക്കിന്റെ ബാറ്റിൽ നിന്ന് ഇതുവരെ ഒരൊറ്റ 50 പോലും നമ്മൾ കണ്ടിട്ടില്ല. സൂര്യകുമാർ യാദവിന്റെ ഫോം ഔട്ടാണ് ഇക്കുറി മുംബൈ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി. 9 മത്സരങ്ങളിൽ നിന്ന് 183 റൺസാണ് സൂര്യ ഈ സീസണിൽ ഇതുവരെ അടിച്ചെടുത്തത്. 144 സ്ട്രൈക്ക് റേറ്റ്. പോയ സീസണിൽ 717 റൺസുമായി മുംബൈയുടെ ടോപ്പ് സ്കോററായിരുന്നു സ്കൈ എന്ന കാര്യം മറന്നു പോകരുത്. കിവീസിനെതിരായ പരമ്പര ഒഴിച്ചു നിർത്തിയാൽ വിശ്വവേദിയിലടക്കം ഇന്ത്യൻ നായകൻ പലപ്പോഴും നിറമങ്ങി. 9 മത്സരങ്ങളിൽ നിന്ന് 193 റൺസായിരുന്നു തിലക് വർമ്മയുടെ സംഭാവന. അതിൽ 101 പറന്നത് ഒറ്റ മത്സരത്തിലാണ്. നമൻധീറും റിക്കിൾട്ടണും ഒഴിച്ചു നിർത്തിയാൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ ആരും നടത്തിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. ഓപ്പണിംഗ് സ്ലോട്ടിൽ നിരവധി പരീക്ഷണങ്ങൾക്ക് മുംബൈ മുതിർന്ന സീസണാണിത്. 4 ഓപ്പണിംഗ് ജോഡികൾ ഇതുവരെ വന്നുപോയി. രോഹിത് റിക്കിൾട്ടൺ, ഡീകോക്ക് റിക്കിൾട്ടൺ, ഡീകോക്ക് ഡാനിഷ് മലവാർ, റിക്കിൾട്ടൺ വിൽ ജാക്സ്. പല പരീക്ഷണങ്ങളും പാളി. പവർ പ്ലേകളിൽ പലപ്പോഴും ടീം വീണുപോയി. രോഹിത് ശർമ്മയെ നിസ്സഹായനായി ഡഗൌട്ടിൽ കണ്ട സമയങ്ങൾ ഏറെയാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അഫ്ഗാൻ മിസ്റ്ററി സ്പിന്നർ ഗസാൻഫറിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ ലഭിച്ചിട്ടില്ല. 3 വിക്കറ്റാണ് ജസ്പ്രീത് ബുംറയുടെ ആകെ സമ്പാദ്യം. 8.61 എക്കോണമി. 5 മത്സരങ്ങൾ കളിച്ച ട്രെന്റ് ബോൾട്ട് 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. എക്കോണമി 11 കടന്നു. 9 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മുംബൈ ആകെ ജയിച്ചത് 2 മത്സരങ്ങളിലാണ്. പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത്. അതായത് പ്ലേ ഓഫ് പ്രവേശനത്തിന് ഇനി നേരിയ സാധ്യതകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 5 മത്സരങ്ങളാണ് ഇനി മുംബൈക്ക് ബാക്കിയുള്ളത്. അവ മൊത്തം ജയിച്ചാൽ 14 പോയിന്റ് ആകും. ടീമുകളുടെ എണ്ണം 10 ഉയർത്തിയ ശേഷം 7 മത്സരങ്ങൾ ജയിച്ചൊരു ടീം 2024 പ്ലേ ഓഫിൽ പ്രവേശിച്ചത്. RCB. അന്ന് നെറ്റ് റൺ റേറ്റിൽ ചെന്നൈയെ മറികടന്നായിരുന്നു ബംഗളൂരുവിൻ്റെ പ്ലേ ഓഫ് പ്രവേശം. എന്നാൽ ഇക്കുറി ടോപ്പ് 4 സ്പോട്ടിന് വേണ്ടി മത്സരിക്കാൻ നിരവധി പേരുണ്ട്. RCBയും പഞ്ചാബും അതേറെക്കുറെ ഉറപ്പിക്കും. SRH, രാജസ്ഥാൻ, ഗുജറാത്ത്, CSK ടീമുകളൊക്കെ പ്ലേ ഓഫ് പ്രവേശനത്തിനായുള്ള പോരാട്ടം സജീവമാക്കി കഴിഞ്ഞു. സോ മുംബൈക്ക് കിരീട പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിപ്പിക്കാം. ഹാർദിക്കിന് കീഴിൽ പ്ലേ ഓഫ് ഇല്ലാത്ത 2ാം സീസൺ. മാനേജ്മെൻറ്റ് ഇനിയും ചില പുനരാലോചനകൾക്ക് മുതിർന്നില്ലെങ്കിൽ
ദൈവത്തിൻ്റെ പോരാളികളെ ഇനിയും അടിവാരത്ത് കാണേണ്ടി വരും.